ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിലെ ചരിത്രപ്രസിദ്ധമായ മകം തൊഴൽ ഇന്നാണ്. അശ്വതി ചേരുകയാണ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി. അശ്വതി, മറ്റൊന്ന് ഈ പറഞ്ഞതുപോലെ ചോറ്റാനിക്കര മകം തൊഴൽ ഒരുപക്ഷെ ഈ 2 ദിവസവും അടുത്തടുത്താണ് വരുന്നത്. ഈ മകം തൊഴലും നാളെ പൂരം, ദേവിയുടെ നാൾ, ആറ്റുകാൽ ദേവിയുടെ നാളാണ് പൂരം നമ്മൾ കണക്കാക്കുന്നു. ചോറ്റാനിക്കര അമ്മയുടെ നാളാണ് മകമെന്ന് നമ്മൾ കണക്കാക്കുന്നു. അങ്ങനെ ഈ അടുത്തടുത്ത് വരുന്ന 2 ദിവസം ഈ അമ്മയെ കാണാൻ ഭക്തലക്ഷങ്ങൾ, പ്രത്യേകിച്ച് ചോറ്റാനിക്കരയിൽ 2 മണി മുതലാണ് തുടങ്ങുന്നതെന്ന് തോന്നുന്നു അല്ലേ? തീർച്ചയായും സ്വപ്ന, ഇന്ന് ഉച്ചയ്ക്ക് 2 മണി മുതൽ രാത്രി 9:30 വരെയാണ് മകം തൊഴലുള്ളത്. പക്ഷേ രാവിലെ തന്നെ ക്ഷേത്രത്തിലേക്ക് ഭക്തജനങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ മകം തൊഴലിന് വേണ്ടി പ്രത്യേക ക്യൂ ആണ് സജ്ജീകരിച്ചിട്ടുള്ളത്. ആ ക്യൂവിൽ ഇന്ന് പുലർച്ചെ മുതൽ തന്നെ ആളുകൾ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. അങ്ങനെ സ്ഥാനം പിടിച്ച് വൈകുന്നേരം വരെ ഉച്ചയ്ക്ക് 2 മണിക്കാണ് തുടങ്ങുന്നത്. ആ സമയം വരെ ആളുകൾ ഇങ്ങനെ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. വില്ലുവങ്കലം സ്വാമിയാർക്ക് ദേവി സർവാഭരണ വിഭൂഷിയായി ദേവി ദർശനം നൽകി എന്നതാണ് ഈ മകം തൊഴലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഐതിഹ്യം. ആ ഒരു രീതിയിൽ തന്നെയാണ് സർവാഭരണ വിഭൂഷിതയായിട്ടാണ് ഇന്ന് മകം തൊഴലിന്റെ ദേവി ഉണ്ടാവുക. അത് കാണുന്നതിന് വേണ്ടിയിട്ട്, ദർശിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിരവധി ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇന്ന് രാവിലെ തന്നെ സാധാരണ അമ്പലത്തിലേക്കുള്ള ദർശനത്തിനായിട്ടാണ് ഇവിടെ ആളുകൾ. അതിനും വലിയ തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത്. നിരവധി പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകൾ അടക്കം ഇവിടേക്ക് എത്തുന്നു എന്നതാണ്. അത്ര വലിയ ഒരു 1.5 ലക്ഷത്തിലധികം ആളുകളെയാണ് നമ്മൾ ഈ മകം തൊഴലിന് മാത്രമായിട്ട് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് രാവിലെയും വലിയ തിരക്ക് അനുഭവപ്പെടുന്നു വിവിധ പ്രദേശങ്ങളിൽ നിന്ന്. ചേച്ചി, എവിടുന്നാ വരുന്നത്? തൃശ്ശൂർ. എല്ലാ തവണയും വരാറുള്ളതാണോ? എല്ലാ തവണയും വരാറുണ്ട്. നിരവധി ആളുകൾ ഉണ്ട്. ചേട്ടാ, എവിടുന്നാ വരുന്നേ? ഞാൻ കോഴിക്കോട്. എല്ലാ തവണയും വരുന്നതാണോ? അല്ല, ആദ്യമായിട്ടാണ് ഈ ഒരു മകം തൊഴാൻ വരുന്നത്. ഉച്ചയ്ക്കാണ് മകം തൊഴൽ ആരംഭിക്കുന്നത്. ആണോ? ഞങ്ങള് തിരുവനന്തപുരം പോകുന്ന വഴിക്ക് ക്ഷേത്രത്തിൽ ദർശനത്തിന് വേണ്ടി കയറിയതാ. അവിടെ ആറ്റുകാലിലേക്കാണോ? ആറ്റുകാലിലേക്ക്. തീർച്ചയായിട്ടും ഇത് ഇവിടെ മകം തൊഴുത്, ചോറ്റാനിക്കരയിൽ മകം തൊഴുത് ദേവിയെ കണ്ട് നേരെ ആറ്റുകാലിലേക്ക് പോകുന്നു. അങ്ങനെയാണ് ആളുകൾ, നിരവധി ആളുകൾ ഇപ്പോൾ ഇവിടെ നമ്മളോട് സംസാരിച്ചത്. കോഴിക്കോട് നിന്ന്, തൃശ്ശൂരിൽ നിന്ന്, അങ്ങനെയൊക്കെ നിരവധി ആളുകൾ, കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന്, പുറത്തു നിന്ന്, ഒരുപാട് തമിഴ്നാട്ടിൽ നിന്നൊക്കെയുള്ള ഭക്തജനങ്ങൾ ഒരുപാട് എത്തുന്ന ഇടം തന്നെയാണ്. അങ്ങനെ തന്നെയാണ് അശ്വതി. ഈ വിശ്വാസമെല്ലാം അങ്ങനെ തന്നെയാണ്. അതായത് മകം തൊഴുതാൽ എല്ലാ ദുരിതങ്ങളും തീരുമെന്ന ഒരു വിശ്വാസമാണ് ഭക്ത ലക്ഷങ്ങൾക്ക് ഉള്ളത്. എന്തായാലും 2 മണി മുതൽ രാത്രി 9:30 വരെ ഏതാണ്ട് 1.5 ലക്ഷത്തോളം, അല്ലെങ്കിൽ 1.5 ലക്ഷത്തിലധികം ഭക്തർ ദർശനത്തിന് എത്തുമെന്ന പ്രതീക്ഷയാണ്. എല്ലാ ഒരുക്കങ്ങളും, വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അശ്വതിയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയത്.